നാടെങ്ങും ക്രിസ്മസിന്റെ ഒരു തിരക്കിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ പുൽക്കൂട് വ്യാപാരമൊക്കെ തകൃതിയായി നടക്കുകയാണ്. കോട്ടയം നാഗമ്പടം സ്റ്റേഡിയത്തിന് മുൻപിൽ ഇത്തരത്തിൽ പുൽക്കൂട് വ്യാപാരം നടത്തുന്ന ഒരു കൂട്ടം ആളുകളെയാണ് പരിചയപ്പെടുത്തുന്നത്. പേരെന്താ ചേട്ടാ? ആറുമുഖം. എവിടുന്ന് വരിക? പാലക്കാട് അടുത്ത് കൊഴിഞ്ഞാമ്പരത്ത് വരുന്നതാണ്. എല്ലാ വർഷവും കോട്ടയത്തേക്ക് എത്താറുണ്ടോ? ഈ 4 കൊല്ലം കഴിഞ്ഞാൽ സ്ഥിരം എത്തുന്നതാണ്. എങ്ങനെയുണ്ട് പൊതുവെ കച്ചവടമൊക്കെ? എങ്ങനെയുണ്ട് പൊതുവെ കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം ചെറുതായിട്ട് മഴയൊക്കെ ആയതുകൊണ്ട് ഇല്ലായിരുന്നു. ഈ കൊല്ലം മഴയൊക്കെ ഒന്നും ഇല്ലായെങ്കിലും കച്ചവടം തീരെ കുറവാണ്. കച്ചവടം മോശമാണ്. അതെ, കച്ചവടം മോശമാണ്. എന്തായാലും നമ്മളിവിടെ വരുന്നതിന് എന്തെങ്കിലും ഒരു 300 പീസാണെങ്കിൽ വിറ്റ് പോകണം. അത്ര നമ്മൾ കൊണ്ടുവരുന്ന അത്രേ കൊണ്ടുവരുന്നുള്ളൂ. പക്ഷെ എന്നാലും പകുതി മിച്ചമാണ്. ആരൊക്കെയാണുള്ളത്? ചേട്ടനും വൈഫും ഉണ്ട്? അതെ, വൈഫുണ്ട്, മോനുണ്ട്. നിങ്ങൾ കുടുംബമായിട്ട് തന്നെ വന്നു? അതെ, കുടുംബമായിട്ട് തന്നെ വരുന്നത്. കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഇതുപോലെ തന്നെ? അതെ, കഴിഞ്ഞ കൊല്ലം ഇങ്ങനെ തന്നെയാണ്. ഈ ഒരു ഷെഡിലാണ് താമസിക്കുന്നത്? അതെ അതെ, ഇവിടെ തന്നെ താമസിച്ച് ഉണ്ടാക്കി വിൽക്കുകയാണ്? അതെ അതെ, സാധനം കുറച്ച് അവിടെ കൊണ്ടുവരും, കുറച്ച് ഇവിടെ വന്ന് ഉണ്ടാക്കും. അപ്പൊ ഇതൊക്കെ ലോറിയിൽ ഇങ്ങോട്ട് കൊണ്ടുവരും? അതെ, വണ്ടിയിൽ കൊണ്ടുവരും. പൊതുവെ കച്ചവടം മോശമാണ്? അതെ, പൊതുവെ ഈ കൊല്ലം കച്ചവടം മോശമാണ്. ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്ര ദിവസമായി? ഞാനിപ്പോ ഇവിടെ വന്നിട്ട് 10 ദിവസമായി. 10 ദിവസമായി. അപ്പം മറ്റന്നാൾ വരെ ഉണ്ടാവും? മറ്റന്നാൾ വരെ ഉണ്ടാവും. നാളെ വൈകുന്നേരം വരെ ഉണ്ടാവുള്ളൂ കച്ചവടം. പിന്നെ മറ്റന്നാൾ രാവിലെ എല്ലാം തിരിഞ്ഞു പോകും. ഈ കച്ചവടം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മോശമായിരുന്നെങ്കിലും അവസാനത്തെ 2 ദിവസം നല്ല രീതിയിൽ അങ്ങനെ വിചാരിച്ചിരിക്കുന്നത്. ഇന്നും നാളെ എന്തെങ്കിലും കിട്ടുമെന്നുള്ള ഒരു ധാരണയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഇപ്പോൾ ഇന്നും നാളെയും കച്ചവടം കിട്ടുമെന്നുള്ള ഇതിലാണ്. ഇനി എങ്ങനെയാന്നുള്ളത് ഇനി ആൾക്കാരുടെ വരവനുസരിച്ചിരിക്കും. അപ്പൊ ഇത് എന്തൊക്കെ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്? നമ്മളിത് മുളയും കച്ചിയും നിർമ്മിച്ചാണ് നടക്കുന്നത്. മുളയും കച്ചിയാണ്? കച്ചിയും മുള, പിന്നെ ആണി, മുള്ളാണി, ഇതൊക്കെ പാലക്കാട് തന്നെ കൊണ്ടുവരും? അതല്ല, അവിടെ നിന്ന് കൊണ്ടുവരാണ്. അപ്പൊ ഇതിന്റെ വിലയൊക്കെ എങ്ങനെയാ? ഇതിന്റെ വില ഏറ്റവും വലുതിന് 600, പിന്നെ രണ്ടാമത്തെ സൈസ് 450, മൂന്നാമത്തെ സൈസ് 350, ലാസ്റ്റ് 250. ഇന്നലെ വരുന്നവരോട് തന്നെ എല്ലാം 50 രൂപ കുറച്ചാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. സാധനം വിറ്റ് പോട്ടെന്ന് പറഞ്ഞു. കച്ചവടം കുറവായതുകൊണ്ട്? അതെ അതെ, എന്തെങ്കിലും ഒരു 50 രൂപ കുറച്ച് 50-100 കുറച്ചാലും വന്ന് എടുക്കട്ടെന്ന് പറഞ്ഞാൽ വില കുറച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഈ ക്രിസ്മസ് സീസണിൽ ഈ പുൽക്കൂട് ചെയ്യുന്നു, അതല്ലാത്തപ്പോ എന്താണ്? അതല്ല, നമുക്ക് കൊട്ടനെയ്ത്താണ്. ഇവിടെ ഈ കടക്കാര്, കച്ചവടക്കാര്, മറ്റു കടക്കാരൊക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകാറുണ്ടോ? അല്ല, അങ്ങനെ ആരും ഇതുവരെ വന്ന് വാങ്ങിച്ചിട്ടില്ല. ഇവിടെ കടക്കാരും വന്നിട്ടില്ല. ഇല്ല. നമ്മളിവിടെ ചില്ലറ വിൽപ്പന മാത്രം? അതെ. അപ്പം മൊത്തത്തിലൊരു ബുദ്ധിമുട്ടിലാണല്ലേ? അതെ, മൊത്തത്തിൽ പിന്നെ 3 ആൾ വന്നിട്ട് അതിന്റെ കൂലി വരെ കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ 230 കിലോമീറ്റർ ദൂരമുണ്ട്. അവിടെ ഞാൻ എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞാൽ അത്രയും ദൂരം വരുന്നത്. അത്രയും ദൂരം വന്നിട്ടൊന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്കത് ഇതോടെ വന്ന് ചെയ്യുന്നത് നമുക്ക് അവിടെ ഒന്നും ചെയ്യുന്ന മെച്ചം. ശരിക്കും 3 പേരുടെ പണിക്കൂലി പോലും കിട്ടുന്നില്ല? അതെ, 3 പേര് പണിക്കൂലി ഇന്നുവരെ കിട്ടിയിട്ടില്ല. ഇന്നും നാളെയും വിറ്റ് പോയാലാണ് കിട്ടുള്ളൂ. നമ്മൾ ആഹാരമൊക്കെ ഇവിടെ വെച്ച് കഴിക്കുന്നതാണ്. ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്, ഇവിടെ തന്നെ കിടക്കുന്നതാണ്. താമസിച്ച് ചെയ്യുന്നതാണ് ഇവിടെ. എന്താണെങ്കിലും വിഷമിക്കണ്ട അവസാന ദിവസങ്ങളിൽ. അല്ല, നമ്മൾ വിഷമം വെക്കുന്നില്ല. എന്നാലും നമ്മൾ ഇത്രയും 10 ദിവസം വന്നിരുന്നിട്ട് ഇപ്പൊ 10 ദിവസമായിട്ട് അറിയാത്ത എല്ലാരും വന്നും പോകുന്നുണ്ട്. ഒന്നും വലിയ മെച്ചമായിട്ട് ചോദിക്കുന്നില്ല ആരും ഇതിനെപ്പറ്റി. കുഴപ്പമില്ല, ഇന്ന് വൈകിട്ട് നാളെ കച്ചവടം കിട്ടും. അങ്ങനെ കിട്ടാൻ വേണ്ടി വിചാരിക്കണം. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാലും എന്തെങ്കിലും നമുക്ക് മെച്ചപ്പെടും. പാലക്കാട് സ്വദേശിയായ ആറുമുഖവും കുടുംബവുമാണ് ഇവിടെ ഇത്തരത്തിൽ പുൽക്കൂട് വ്യാപാരം നടത്തുന്നത്. കഴിഞ്ഞ 4 വർഷമായി മുടങ്ങാതെ കോട്ടയത്തേക്ക് എത്താറുണ്ട് എന്നാണ് പറയുന്നത്. 10 ദിവസങ്ങൾക്ക് മുൻപാണ് ഇക്കുറി ആ കുടുംബം കോട്ടയത്ത് എത്തിയത്. പക്ഷെ പ്രതീക്ഷിച്ചതുപോലെ ഒരു കച്ചവടം ഇക്കുറി തങ്ങൾക്ക് ലഭിച്ചില്ല എന്നാണ് അവർ പറയുന്നത്. എന്താണെങ്കിലും ഈ അവസാന ദിവസങ്ങളിൽ ഇന്നും നാളെയും വലിയ രീതിയിലുള്ള കച്ചവടം ലഭിക്കും എന്നൊരു പ്രതീക്ഷയോടെ, ആ ഒരു പ്രാർത്ഥനയോട് കൂടിയാണ് ആ കുടുംബം കാത്തിരിക്കുന്നത്. കോട്ടയത്ത് നിന്നും വിവേക് ജി വിനോദിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി.